ഹലോ എവരിബഡി, ഇന്ന് ഞാനൊരു ഹെൽത്തി ഫ്രൈഡ് റൈസാണ് കാണിക്കുന്നത്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ നെയ്യൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2 സ്പൂൺ എണ്ണ മാത്രമേ ഉള്ളൂ. അതെന്തെണ്ണയോ പിന്നെ റിഫൈൻഡ് ഓയിലോ സാലഡ് ഓയിലോ എന്തെങ്കിലും ആകാം, വെളിച്ചെണ്ണ പാടില്ലേ. അതിനായിട്ട് ഞാൻ പിന്നെ 1 കപ്പ് ജീരക അരി എടുത്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ അല്ലെങ്കിൽ വേറെ കൂടിയ പച്ചരിയോ എന്ത് വേണേൽ ഉപയോഗിക്കാം. അപ്പോൾ 1 കപ്പ് അരി, 2 മുട്ട വേണം. നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കത്തില്ല, വെള്ളം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. മഞ്ഞ നമുക്ക് പിന്നെ പൊരിച്ച് തിന്നുമല്ല ചെയ്യും. പിന്നെ ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം, അത് 2 കഷ്ണം എന്ന് പറഞ്ഞാൽ ഇത്ര ഇഞ്ചിയുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്പ്രിങ് ഒനിയനാണ്. അപ്പോൾ ഞാൻ അതിനെ സ്പ്രിങ് ഒനിയനെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ട് വേറെ വെച്ചിട്ടുണ്ട്. ഈ തണ്ട് നമുക്ക് ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ് ഈ സവോളയുടെ കൂടെ ആദ്യം വഴറ്റേണ്ടതാണ്. ഇല ലാസ്റ്റായിടുന്നത്. അപ്പോൾ ഇലയും ഞാൻ ഇവിടെ മാറ്റി വെച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിയണം എനിക്കിനി. പിന്നെ കുറച്ച് പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ഫ്രിഡ്ജ് വെച്ച പീസാണെങ്കിൽ അത് നേരിട്ട് ഉപയോഗിക്കാം. കുറച്ചൊരു പിടി. ഇത് ഞാനിപ്പം ഡ്രൈ പീസായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അരി വേവിക്കാം. അരി വേവിക്കുന്നത് നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ 1 1/4 അല്ലെങ്കിൽ 1.5 വെച്ചിട്ട് അധികം വെന്ത് പോകരുത്. ഞാനിപ്പോൾ വെള്ളത്തിൽ ആണ് വേവിക്കാൻ പോകുന്നത്. വേവിച്ച് ഊറ്റും അതിലോട്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് അതിലൊരു സ്വല്പം കുരുമുളക് പൊടി ഉപ്പിട്ട് ഒന്ന് ഇതാക്കി വയ്ക്കുകയാണ്, അടിച്ചു വയ്ക്കുകയാണ്. പിന്നെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്പ്രിങ് ഒനിയൻ്റെ സ്റ്റെമ്മ് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ സവോളയുടെ കൂടെ വഴറ്റേണ്ടതാണ്. പിന്നെ ഇത് ലാസ്റ്റിൽ ഇടാനുള്ളതാണ്. ഇല ഇതാക്കി വെച്ചിരിക്കുന്നു. അരി വേവിച്ച് വെച്ചു, ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നു. അത്ര വെന്തിട്ടൊന്നുമില്ല, എന്നാൽ വെന്തതാണ് താനും. പിന്നെ പീസും ഇതുപോലെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിരിക്കുന്നത് ഇച്ചിരി കുരുമുളക് ഉപ്പും ഇട്ട് അടിച്ച് വെച്ചിരിക്കുക. ഇതിനെ നമുക്കങ്ങ് ഒന്ന് ചിക്കി ആദ്യം എടുക്കാം. ഞാൻ മുട്ട ചിക്കിയത് മാറ്റി വെച്ചു. ഇനിയും നമ്മൾ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു. ഞാൻ ആദ്യം ഈ ഇഞ്ചി ഇതിലോട്ടിടുകയാണ്. ഇഞ്ചി കുറച്ചധികം ഉണ്ട്. ഇഞ്ചി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇഞ്ചി കുറച്ചധികം വേണം. ഇഞ്ചി ഒന്ന് നമുക്ക് ആദ്യം മൂപ്പിക്കാം. ഇഞ്ചി ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സവോള അരിഞ്ഞ് വെച്ചിട്ടിടുക. സവോളയുടെ കൂടെ തന്നെ നമുക്ക് ആ സ്പ്രിങ് ഒനിയൻ്റെ തണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ആ തണ്ടും കൂടെ ഇതിൻ്റെ കൂടെ ഇടും. ഇതൊന്ന് വാടണം നല്ലപോലെ. സവോളയുടെ കൂടെ നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിടാം. ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് ഇതിൻ്റെ കൂടെ ഇട്ടു. അരിഞ്ഞ് വെച്ച് ചോറും കൂടെ ഈ സവോള ഇഞ്ചി പീസൊക്കെ വഴറ്റിയതിലോട്ട് ഇടുകയാണ്. ഇങ്ങനെ മുട്ടയുടെ വെള്ള ചിക്കിയതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. ഇപ്പം എല്ലാം ഇട്ട് ഇതാക്കി നമ്മുടെ ഹെൽത്തി ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി. അപ്പം ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു. ആ ഉപ്പും കൂടെ ഞാൻ വേറെയിലോട്ട്. നമുക്ക് ഈ സമയം സ്വല്പം ഒരു സ്പ്രേ ചെയ്യാം, കുരുമുളക് പൊടിയാണ്. അപ്പം നമ്മുടെ ഈ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞു. ഹെൽത്തി ഫ്രൈഡ് റൈസൊക്കെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വളരെ രുചികരവുമാണ് കേട്ടോ.
ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പം വലിയ ഹെൽത്ത് നോക്കുന്നില്ലെങ്കിൽ ചില്ലി ചിക്കനോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇല്ലെങ്കിൽ സാലഡോ പിക്കിളോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നെയ്യോ ഇതൊന്നും ഉപയോഗിക്കുന്നുമില്ല. അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലം ഒന്നുമില്ല, ഗ്യാസും ഒന്നും വരത്തില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.